ശ്രീ പി പ്രസാദ്, നേരത്തെ താങ്കൾ ആണ് ആദ്യം ഈ ഒരു പ്രതിഷേധം തുടങ്ങി വെച്ചത്. ആ പ്രതിഷേധം വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം രാജ്ഭവൻ വീണ്ടും വീണ്ടും ഒരുക്കുകയാണ്. അതെ, അന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണെന്ന് വീണ്ടും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. അന്ന് സംശയിച്ച കാര്യങ്ങൾ ബലപ്പെടുന്നു എന്നുള്ളതിന്റെ കൂടി പ്രത്യേകതയുണ്ട്. രാജ്ഭവനെ ഒരു രാഷ്ട്രീയ കേന്ദ്രമാക്കാനുള്ള നീക്കമാണോ എന്നായിരുന്നു അന്ന് ഉയർന്ന ഒരു സംശയം. ഇന്ന് ആ സംശയം ബലപ്പെടുകയാണ്. നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ചിത്രത്തെ ഇത് ഔദ്യോഗിക പരിപാടികൾക്കകത്ത് നിർബന്ധപൂർവ്വം ഉൾപ്പെടുത്തണം എന്നുള്ള ശാഠ്യം ഒരു സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നതിനും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി മാത്രമുള്ള ഒന്നാണ്. അത്തരമൊരു കാര്യമാണ് ഇന്നത്തെ നടപടികളിലൂടെ വീണ്ടും രാജ്ഭവൻ ആവർത്തിച്ചിരിക്കുന്നത്. അതൊരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നഗ്നമായ പ്രോട്ടോകോൾ ലംഘനമാണ് രാജ്ഭവൻ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് ഈ തരത്തിൽ ബഹുമതികൾ നൽകുന്ന ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റ് കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അതിന്റെ രക്ഷാധികാരി ബഹുമാന്യനായ ഗവർണറുമാണ്. ഇത്തരം ഒരു പരിപാടി ഉണ്ട് എങ്കിൽ അക്കാര്യത്തിൽ ആശയവിനിമയം നടത്തേണ്ടത് ഈ രണ്ട് പേരുടെയും ബന്ധപ്പെട്ട ഓഫീസുകൾ വഴിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് വഴിയോ അത്തരത്തിലൊരു ആശയവിനിമയം നടത്തേണ്ടത് അനിവാര്യമായിരുന്നു. അപ്പൊ ഒരു ആശയവിനിമയവും നടത്താതെ ഇത് അടിച്ചേൽപ്പിക്കും എന്ന് പറയുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇനി ഗവൺമെന്റിന്റെ പരിപാടിയുടെ ഭാഗമാകുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ, സർക്കാരിന്റെ പരിപാടികൾക്കകത്ത് നിർബന്ധമാക്കണമെന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു കത്തിടപാട്, ഒരു ഫയൽ വഴി ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടൽ, ഇക്കാര്യങ്ങൾ എന്തെങ്കിലും രാജ്ഭവൻ ഇതേവരെ നടത്തിയിട്ടുണ്ടോ? കേരള ഗവൺമെന്റിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ? ഇത് ഇത്തരം ആശയത്തെക്കുറിച്ച് അഭിപ്രായം ഉണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? രാജ്ഭവനിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ വഴി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി മുമ്പാകെ ഇക്കാര്യം അറിയിക്കാവുന്നല്ലേ ഉള്ളൂ. എത്രയോ കാര്യങ്ങൾ ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇത് മറ്റു കാര്യങ്ങൾക്കകത്തുള്ള നടപടികൾ പാലിക്കുകയും നടപടിക്രമങ്ങൾ അറിയുകയും ചെയ്യാവുന്നവരാണ് ഈ ഓഫീസിന്റെ ഭാഗമായിരിക്കുന്നവർ. എന്തുകൊണ്ടാണ് രാജ്ഭവൻ ഇത്തരം ഒരു കാര്യം കേരള ഗവൺമെന്റിനെ ഔദ്യോഗികമായി നാളിതുവരെ അറിയിക്കാതിരിക്കുന്നത്? അപ്പൊ ആരെയും അറിയിക്കാതെ ഒളിച്ചു കടത്തപ്പെട്ട് കൊണ്ടുവരുന്ന ഒന്നിനെ ആദരിക്കുക, ആരാധിക്കുക എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക എന്ന് ആലോചിക്കുക. ഇതേ രീതികൾ നാളെ സർക്കാർ പരിപാടിക്കകത്ത് സർക്കാരിന്റെ ഭാഗമാകുന്ന ഓരോരുത്തരും സ്വീകരിച്ചാൽ നമ്മുടെ കേരളം എങ്ങോട്ടേക്കായിരിക്കും ചെന്നെത്താൻ പോവുക? എന്തെല്ലാം തരത്തിലുള്ള സ്പർദ്ധകളും സംഘർഷങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുമായിരിക്കും നാട്ടിൽ ഉണ്ടാവുക. ഞാൻ അഭിപ്രായ സംഘർഷങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്തരം വിവാദങ്ങളിലേക്ക് ഒരു ഭരണ സംവിധാനത്തിന്റെ തലവനായിരിക്കുന്ന ഒരാൾ ഒരു സംസ്ഥാനത്തെ ആനയിച്ചു കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ രാജ്ഭവൻ ഇത്തരം ഒരു രാജ്ഭവന്റെ പ്രതികരണത്തിൽ വന്നത് മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്നാണ്. അതിനേക്കാൾ വലിയ പ്രോട്ടോകോൾ ലംഘനമാണ് രാജ്ഭവൻ നടത്തിയിരിക്കുന്നത്. രാജ്ഭവൻ ആരോടും അറിയിക്കാതെ നടത്തേണ്ട ഒരു പരിപാടിയാണോ ഇത്? ഈ പ്രോഗ്രാം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്ന ഒരു മന്ത്രിയോട്, മന്ത്രിയുടെ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ വകുപ്പുമായിട്ടോ ആശയവിനിമയം നടത്തേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു ജനാധിപത്യ ഭാരതത്തിൽ അത്തരം ഒരു ജനാധിപത്യ നടപടികൾ പോലും ചെയ്യാൻ രാജ്ഭവൻ വിസമ്മതിക്കുകയും ഭയക്കുകയും ചെയ്യുന്നത്? വളരെയധികം നന്ദി ശ്രീ പി പ്രസാദ് പ്രതികരിച്ചതിന്. എന്തായാലും മന്ത്രിയല്ല പ്രോട്ടോകോൾ ലംഘനം നടത്തിയത്, അത് ഗവർണറാണ് അതിലും വലിയ പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് എന്നാണ് മന്ത്രി പി പ്രസാദ് പറയുന്നത്. എന്തായാലും ഒളിച്ചു കടത്താനുള്ള RSSന്റെ ആശയം ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കൂടി മിനിസ്റ്റർ പ്രതികരിക്കുകയാണ്.